അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം മറ്റൊന്നുമല്ല, അത് നാളെ ബദരീങ്ങളുടെ നേർച്ചയാണ്. അതിലേക്ക് ആയിഷുമ്മ അതിനുള്ള ഇറച്ചിയും നോമ്പ് തുറക്കുവാൻ ആവശ്യമായ പലഹാരങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഓർഡർ ചെയ്യുന്നുണ്ട്. അത് ആയിഷുമ്മയുടെ മനസ്സിലാഗ്രഹമാണത്. ആ കാര്യം ഷമ്മാസ് ഉസ്താദിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ അതാ അവർ വലിയൊരു പോത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്നാൽ ഉമ്മ പറഞ്ഞ് അതൊന്നാക്കണ്ട, നമ്മുടെ മഹല്ലത്തിൻ്റെ കണക്കെടുത്തുകൊണ്ടാണ് ചെയ്തോളി. കാരണം ഇൻഷാ അല്ലാ എൻ്റെ മനസ്സത്തൊരു ആഗ്രഹമല്ലേ, അത് എങ്ങനെ അതിൻ്റെ കണക്കും കാര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ നല്ല മട്ടത്തിൽ ഒന്നും കുറയരുത്. എല്ലാവർക്കും നല്ല വയറ് നിറച്ച് നല്ല സമൃദ്ധമായ ഭക്ഷണം നാളെ പള്ളിയിൽ വെച്ച് വിതരണം ചെയ്യണം. അതെ, നല്ല പോത്തിന് അറുത്തുള്ള വരട്ടി ഇറച്ചിയും പത്തിരിയും പൊറാട്ടയും, ഇനി ചോറ് വേണ്ടവർക്ക് അങ്ങനെ അത് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ ആക്കാം. ആദ്യം ഉമ്മ പറഞ്ഞിരുന്നത് അതിലേക്കുള്ള കടിയും ഇറച്ചിയും പത്തിരിയും ഇറച്ചിയും എന്നൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ആയിഷുമ്മക്ക് തോന്നി അതിപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ പറയാൻ പറ്റൂല, പലർക്കും പല ഇഷ്ടങ്ങളും അല്ലേ. മോനെ, ഷാമോനെ. ആ ഉമ്മ എന്തേ? ഉമ്മാൻ്റെ കുട്ടി അതൊക്കെ ഏൽപ്പിച്ചോ? ആ ഉമ്മ, ഞങ്ങൾ പോയി നോക്കിയതാണല്ലോ. അല്ല മോനെ, അതിപ്പോൾ തികയോ? ഉമ്മ, സാധാരണ ഇവിടെ അങ്ങനെ എല്ലാവരും കൂടി എന്താ പറയുക പിരിവൊക്കെ ഇട്ടിട്ട് അങ്ങനെ വാങ്ങാറാണല്ലോ പതിവ്. പക്ഷെ ഉമ്മ ഇതിലേക്ക് മുൻകൈ എടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ മറ്റുള്ള ആളുകളിൽ നിന്ന് ക്യാഷ് ഒന്നും പിരിപ്പിച്ചിട്ടൊന്നുമില്ല. പൊന്നു മോനെ വേണ്ട, ഉമ്മാൻ്റെ അടുത്ത് ഇപ്പം ഉണ്ടല്ലോ. ഉമ്മാൻ്റെ അടുത്ത് ഇപ്പം ഉള്ള സ്ഥിതിക്ക് ഉമ്മാൻ്റെ കുട്ടി തൽക്കാലം ഇങ്ങനെയാണ് ചെയ്തേക്ക് കേട്ടോ. ഉസ്താദിനൊക്കെ വിളിച്ച് കാര്യങ്ങൾ നല്ല വ്യക്തമായി പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാ ചെയ്യാം. ഉമ്മയുടെ മനസ്സിൽ സന്തോഷം അല തല്ലുകയാണ്. റബ്ബേ ബദരീങ്ങൾ, ഓഹ് എൻ്റെ റബ്ബേ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മേനി ഇങ്ങോട്ട് കോരി തിരിക്കുകയാണ്. കാരണം ഓ എൻ്റെ റബ്ബേ, ആ ചരിത്ര കഥയൊക്കെ കണ്ട് കേട്ടാലേ ഏതായാലും ഇന്ന് ഉസ്താദിൻ്റെ പള്ളിക്കൽ പ്രഭാഷണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിന് അവിടെ മദ്രസയിൽ വെച്ചിട്ട്. പഠിച്ചോനെ പോകാൻ നല്ല പൂതിയുണ്ട്. ഈ രണ്ട് പിഞ്ചു മക്കളായിട്ട് എങ്ങനെ പോയച്ചിട്ടാണ്, എന്നാലും മടിയില്ല. ഷാമോനെ, മോനെ. ആ എന്തുമ്മ? അല്ലേ ഇന്നിപ്പോൾ ഞങ്ങളും പോരുന്നുണ്ട് ഉമ്മ. കുഞ്ഞുങ്ങൾ അതിനെന്താടാ, കാറിലിരുന്നാൽ പോരെ? ഞങ്ങളവിടെ കാറിലിരുന്നോണ്ട് ഞാൻ നവാസിൻ്റെ പൊന്നുമോനെ മടി വെച്ചോണ്ട് നുസി മാറ്റീനെ എടുത്തോട്ടെ. എന്തേ? അല്ലമ്മ, അത് കുട്ടി കരഞ്ഞാൽ ഇല്ല മോനെ, കാര്യമൊന്നുമില്ല. അതിനിപ്പോൾ എന്താ, നല്ലൊരു സദസ്സൊക്കെയല്ലേ, പിഞ്ചു മക്കളെയൊക്കെ കൊണ്ടുപോയാൽ നല്ല തന്നെ. ഈ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ചിലവർ മമ്പുറത്തേക്ക് പോണ്, പിഞ്ചു പൈതങ്ങളായിട്ട് എവിടേക്കൊക്കെ പോണ്. അതിനൊന്നൊരു കുഴപ്പമില്ല, ഒക്കെ നല്ല മട്ടത്തിന് റാഹത്തായിട്ടൊക്കെ. ഏതായാലും പൊന്നാര കുട്ടിയെ ബദരീങ്ങൾ ചരിത്രം കേൾക്കാൻ പോവുമല്ലേ, അത് വലിയൊരു സംഭവം കഥ തന്നെയല്ലേ എൻ്റെ പൊന്നാര കുട്ടിയെ. കുട്ടികൾ അതൊക്കെ കേട്ടോട്ടെ. കുട്ടികൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഉമ്മ അതൊക്കെ കേൾക്കാനൊക്കെ മോനെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഉമ്മമാർ ഖുർആൻ പാരായണം ചെയ്യുന്നതും ഉമ്മമാർ നല്ലത് ചെയ്യുന്നതും ചീത്ത ചെയ്യണതും ഒക്കെ ഈ കുട്ടീൻ്റെ മനസ്സിക്ക് ഇങ്ങനെ ഇതൊക്കെ കേൾക്കും പൊന്നാര കുട്ടിയെ. അതിനുള്ള കഴിവൊക്കെ പഠിച്ചോ കൊടുത്തിക്കണം. നമ്മൾ ഉമ്മമാരെന്താ ചെയ്യുന്നത്, നല്ലതായാലും ചീത്തയായാലും ഒക്കെ അത് കുട്ടികൾ കേൾക്കും മോനെ. ഉമ്മ ആയിക്കോട്ടെ, ഉമ്മാൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഷമ്മാസ് അത് പറഞ്ഞ് നേരെ ന്യൂസിയുടെ റൂമിലേക്ക്. ന്യൂസി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയായിരുന്നു. ഷമ്മാസിനെ കണ്ടപ്പോൾ ന്യൂസി പെട്ടെന്ന് എഴുന്നേറ്റ്. വേണ്ട വേണ്ട, ഇരുന്ന് കൊടുത്തോ. ഒരു നിമിഷം ഷമ്മാസ് ആലോചിച്ചു. റബ്ബേ, എൻ്റെ രണ്ട് മക്കൾക്കും ഒരുപോലെ പാല് കിട്ടുന്ന എൻ്റെ നുസി, അള്ളാഹു നിനക്ക് ഇതിനുള്ള പ്രതിഫലം നൽകട്ടെ മോളെ. ഇക്ക, നിങ്ങൾ എന്താ പറയുന്നത്? നമ്മുടെ മോനെപ്പോലെ തന്നെയല്ലേ നമുക്ക് അള്ളാഹു രണ്ട് മക്കളെ തന്നു എന്ന് വിചാരിച്ചാൽ പോലെ, അല്ലാതെ മറ്റൊരു രീതിയിൽ അല്ല. നിനക്ക് ബുദ്ധിമുട്ടാവോ എന്ന് കരുതും ഞാൻ പലപ്പോഴും. പിന്നെ നീ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മിൽക്കും ഒക്കെ കുടിക്കാറില്ലേ, കഴിക്കാറില്ലേ? ആ, അതൊക്കെ ഉമ്മ നിർബന്ധിച്ച് തീറ്റിപ്പിക്കല്ലേ എന്നോട് ഉമ്മ എനിക്ക് പാലിൽ ഈത്തപ്പഴം ജ്യൂസ് അടിച്ച് തന്നിട്ടും നട്ട്സ് ബദാം പിസ്ത അതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് തന്നിട്ടും അങ്ങനെയാണ് അത്താഴത്തിന് വരെ കുടിപ്പിക്കും. എന്തായാലും അൽഹംദുലില്ലാ, ഇതും ഒരു ഭാഗ്യം തന്നെയല്ലേടി, രണ്ട് മക്കളെ ഒരുമിച്ച് നോക്കാൻ കഴിയുക ഇക്ക സത്യമായിട്ടും അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ
നമ്മുടെ ഫാത്തിമ മോൾക്ക് അതെ കൂട്ടിനുള്ളൊരു ആങ്ങളെ കുട്ടിയായല്ലോ. എന്നാൽ എനിക്ക് സമാധാനമാണ്. അതെ ആങ്ങളെയും പെങ്ങളും അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ. അതൊക്കെ ശരി തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹം എന്ന് നിലനിർത്തട്ടെ. എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് നുസി. എന്തേക്ക? അല്ല, ആ കുട്ടിയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനൊന്ന് പാലൂട്ടാൻ എത്ര കൊതിക്കുന്നുണ്ടാവും. അതോ ഇനി അവർ കലിപ്പിച്ചിട്ട് ഒഴിവാക്കിയതാണോ, സാഹചര്യങ്ങൾ കൊണ്ടാണോ അറിയില്ലല്ലോ. ശരിയാണ്. അതെ, പക്ഷേ എനിക്കിനി അവർ വരുമ്പോൾ സങ്കടം തോന്നും. അല്ല, വരുന്നത് നല്ലതാണ്. കുട്ടിയുടെ പെറ്റുമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞു മോനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സങ്കടം വരും ഇക്ക. ഏയ്, അതൊക്കെ അവരൊക്കെ ഇവിടെ തന്നെ നിൽക്കും പെണ്ണെ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ആ പിന്നെ ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ, എന്തിനേക്ക? ഇന്ന് ഉസ്താദിൻ്റെ നല്ല അടിപൊളി പ്രഭാഷണം ഉണ്ടാവും. ആ മാഷാ അല്ലാ, ഞാനിന്ന് വെറുതെ ഒന്ന് വാട്സപ്പും അതുപോലെ ഇൻസ്റ്റയൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത സമയത്ത് ബദരീങ്ങളെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ ചരിത്രം കേട്ടപ്പോഴേ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. കണ്ണുകൾ നിറഞ്ഞു പോകണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ. അതേടി, ആ ഒരു കുറഞ്ഞ ആളുകളായിട്ട് പോലും അള്ളാഹുവിൻ്റെ സഹായം എത്തിയത്. നമ്മൾ അള്ളാഹുവിനെ എത്ര നമ്മൾ സ്തുതിച്ചാലും മതിയാവില്ല കേട്ടോ. പടച്ച റബ്ബ് കാരുണ്യവാനും കരുണാനിധിയുമാണ്. എന്തൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ വിളിച്ചു നോക്കുക. അല്ലാ, എനിക്ക് നീ അല്ലാതെ ഇല്ല കേട്ടോ. എൻ്റെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നല്ല, നീ അല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അള്ളാഹു അത് സ്വീകരിക്കും പെണ്ണേ. സത്യമായിട്ടും അതേക്ക, അത് വല്ലാത്ത അനുഭവം തന്നെയാണ്. എനിക്ക് നന്നായിട്ട് അറിയാലോ അതൊക്കെ. മോളെ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ സത്യമായിട്ടും. എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് പ്രഭാഷണത്തിന് പോകട്ടാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ മോനെ നോക്കിക്കോളാം. പിന്നെ മോളെ ഇക്കെ പിടിച്ചോളൂ കേട്ടോ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അപ്പോഴും കൂടുതൽ നോക്കുന്നത് തൻ്റെ നവാസ്കിയുടെ മോനെ തന്നെയായിരുന്നു. കാരണം അവൻ ആൺകുട്ടിയാണ്, അവന് കുറച്ച് പാല് കൊടുത്താൽ മതിയാവില്ല എന്ന് കരുതിയിട്ട് 2 മുലകളും നന്നായിട്ട് അവൾ കൊടുക്കും. വയർ നിറച്ച് കുഞ്ഞ് അത് കുടിച്ചു കഴിയുമ്പോൾ അവളുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കും. അവൾ അത് കാണുമ്പോൾ കണ്ണുകൾ നിറയ്ക്കും. അല്ലാഹുവേ റഹ്മാനെ, സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സൗഭാഗ്യമായിരുന്നു നുസൈബക്ക് അത്. എന്നാലും ചെറിയൊരു വേദന മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് അലഞ്ഞു തിരിയുന്ന പോലെ. കാരണം ഈ കുട്ടിയുടെ ഉമ്മച്ചിയെ വിചാരിക്കുമ്പോഴായിരുന്നു. എന്നാൽ 2 മക്കളെയും ഒരുമിച്ച് കിടത്തും. 2 മക്കളെയും കുളിപ്പിച്ച് വസ്ത്രങ്ങളെല്ലാം മാറിയെടുക്കും. ഇക്ക, ആ എന്തടി? പിന്നുണ്ടല്ലോ, എപ്പോഴാണ് കുഞ്ഞിന് വേണ്ടി അക്കീക്കത്ത്? ആ അതൊക്കെ ഇൻഷാ അല്ലാ നോമ്പ് കഴിഞ്ഞതിന് മുമ്പായിട്ട്. ആ പിന്നെ നാളത്തെ കാര്യം നിനക്കറിയില്ലേ, ഉമ്മ ഫുൾ ഏറ്റെടുത്തിട്ടുണ്ട്. മഹലിലേക്കുള്ള ഫുള്ള് ഫുഡും കാര്യങ്ങളും അതൊക്കെ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉമ്മ നേർച്ചേർന്നിട്ടുണ്ട്. ആ പിന്നെ ഉമ്മ പറഞ്ഞു, ഞാനിത് നിയ്യത്ത് ചെയ്യുമ്പോഴേ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താന്നാവോ അതെനിക്കറിയില്ല, അത് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് എങ്ങനെയായിരുന്നു, പൊന്നാര കുട്ടിയെ, ഏതായാലും ഇത് നെയ്യത്തൊക്കെ ചെയ്ത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചാണ്. ഇനിയിപ്പോൾ ഇതിന്ന് കൂട്ടുക നല്ലത് കുറക്കാൻ പറ്റൂല. അതെനിക്ക് ഫറലയിക്കണ്, അത് ആണ് കൊടുക്കണം. എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ നാട്ടിൽ ഉള്ള നാനാ ജാതിക്കാർക്കും അത് എത്തിക്കും വേണം. വെറും മുസ്ലിങ്ങൾക്ക് മാത്രം ഞാൻ പറയണില്ല, ഒരുപാട് അമുസ്ലിം സഹോദരങ്ങളുണ്ടാവും. അതിനിപ്പോൾ എന്താ, അതൊക്കെ നമ്മൾ കൊടുക്കണം. അങ്ങനെ എല്ലാവരും വിളിച്ച് നല്ലോണം കൊടുക്കുക ഇൻഷാ അല്ലാ. ഏതായാലും എൻ്റെ മനസ്സിലൊരു നെയ്യത്തുണ്ട്. പടച്ച റബ്ബ് പൂർത്തീകരിച്ച് തരുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ഏതായാലും ബദരീങ്ങളുടെ അക്കജ വർക്കത്ത് കൊണ്ട് റഹ്മാനെ എല്ലാം ശരിയാകണേ അല്ലാ. അങ്ങനെയായിരുന്നു ഉമ്മ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഉമ്മ? അല്ലെങ്കിലും എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയൊരു നേർച്ചക്കണ്ണ് വരും. എന്നിട്ട് അതങ്ങ് കൊടുക്കും. എന്നിട്ട് പറയും, പഠിച്ചവനെ എൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊണ്ടാണ്. അങ്ങനെയാണ്. പക്ഷേ ഉമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഇതൊക്കെ നൽകുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുതെന്ന്. ഉമ്മക്കത് ഇഷ്ടമല്ല. ഉമ്മ പറയും, മോനെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന്. നമ്മൾ പെരക്കാരറിയാമെന്നല്ല, അതിപ്പോൾ കൂടാതെ കഴിയൂല. പുറമക്കാരൊരു കുട്ടി അറിയരുത്. ഒരാളെ സാധാരണ നേർച്ചയ്ക്ക് നമ്മൾ പൈസ എല്ലാ പള്ളിയിൽ എല്ലാ വീട്ടിൽ നിന്നും വാങ്ങുന്ന പോലെ പൈസയും ഒന്നും വാങ്ങരുത്. അതിന് പകരമായിട്ട് നമ്മളെ വകമായിട്ട് പ്രാവശ്യം കൊടുക്കണം. അതായിരുന്നു. പിന്നെ മോനെ
ഐശ്വര്യമാണ് ഇതിൻ്റെ പിന്നിൽ നമ്മ പറയരുത് കേട്ടോ കുട്ടി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്കുള്ള പ്രതിഫലം നഷ്ടപ്പെടൂലേ? അല്ലാ പഠിച്ചോനെ, എൻ്റെ മക്കളൊക്കെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഉമ്മ അത് പറഞ്ഞ് ഷമ്മാസിനെ നോക്കുമ്പോൾ ഒരു നിമിഷം ഷമ്മാസ് തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. റബ്ബേ, എൻ്റെ ഉമ്മ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ. കാരണം ഉമ്മാക്ക് ശത്രുക്കളെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും എല്ലാം എത്തിക്കണം എന്നുള്ള രീതിയിലാണ്. ആ പിന്നെ മോനെ, ഷാമോനെ, ആ ഉമ്മ വിളിക്കുന്ന ഞാൻ പോയി നോക്കട്ടെ. നുസൈബയുടെ റൂമിൽ നിന്ന് അവൻ ഇറങ്ങി. എന്തോ ഉമ്മ? പിന്നെ ഇവിടുത്തെ മഹല്ലത്തോർക്ക് എന്നല്ല, നമ്മളെ ഫാമിലി പെട്ടവർക്ക് കൊണ്ട് എത്തിക്കണം കേട്ടോ മോനെ. അത് എന്താ വെച്ചാൽ ഫുഡായാലും വേണ്ടിയില്ല, ഇറച്ചി വേവിച്ചതായാലും വേണ്ടിയില്ല, എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ബിരിയാണി ആയാലും വേണ്ടിയില്ല, അത് നല്ല നമ്മളെ ഫാമിലി പെട്ടവർക്ക് ഒന്ന് എത്തിക്കണം ഉമ്മ. എന്ന് വെച്ചാൽ എന്താ, നുസിൻ്റെ വീട്ടിൽ കൊടുത്തേക്കണം, സൗദൻ്റെ വീട്ടിൽ കൊടുത്തേക്കണം, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവിടുത്തെ ജമീല താത്താൻ്റെ അവിടെ ഓൾക്ക് എന്താ വെച്ചാൽ അങ്ങനെ കൊടുക്കുക ഉമ്മ. ഇനിയും സൗദിയുടെ വീട്ടിലേക്ക് പൊന്നാര കുട്ടിയെ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇങ്ങോട്ട് കാട്ടിയെ നോക്കണ്ട, നമ്മൾ അങ്ങോട്ട് എത്തിക്കണം ഉമ്മ. ഞാനോ? അതിനെന്താ മോനെ, ഉമ്മാൻ്റെ കുട്ടി നമ്മളവിടെ ആരെയും പിണങ്ങി നിൽക്കണേ, നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടുമ്പോഴാണ് നമുക്കിനി പ്രതിഫലം കിട്ടുക. അല്ലാതെ ഞങ്ങളാണല്ലോ പൈസക്കാർ, ഞാനാണല്ലോ ഓൻ്റെ മൂത്തത്, ഓൻ എന്നോട് മുണ്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല മക്കളെ. മരണം എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറ് പോലെയാണ്, ഇപ്പം കഴിഞ്ഞു. നമ്മളിട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ഡ്രസ്സ് ഇപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ആരെ ഊരോ പറയാൻ പറ്റൂല, നമ്മൾ ഇടാനിടും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പക്ഷേ ഈ ഡ്രസ്സ് അഴിച്ചെടുക്കുന്നത് ആരാ നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. അതാണ് മക്കളെ മനുഷ്യൻ്റെ സ്ഥിതി. ഗ്യാരണ്ടി ഇല്ല, തീരെ ഗ്യാരണ്ടി ഇല്ല. അത്രക്കും മനുഷ്യന്മാർ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല, അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല ഓലെടുത്ത്. ഒക്കെ ഇതാന്ന് കഴിയുമ്പോഴത്തേന് കഴിഞ്ഞു പോവും. ഒരു നിമിഷം പോരെ. അതെ, അസ്രായേൽ ഇങ്ങനെ നോക്കുമല്ലോ. ഒരു ദിവസം എത്ര വട്ടം വന്ന് പറഞ്ഞത്? 4 വട്ടോ 3 വട്ടമൊക്കെ വന്ന് നോക്കുമല്ലോ, അയക്കണോ വെച്ചിട്ട്. നമ്മളെടുത്ത് ഇങ്ങനെ വന്ന് നോക്കുന്നു, അയക്കണോ, റൂഹിനെ പിടിക്കാൻ അയക്കണോ എന്ന് പറഞ്ഞ് നോക്കുമല്ലോ. പൊന്നാര പഠിപ്പം ഞമ്മക്കിത് അറിയില്ലല്ലോ. അല്ലാ, ഓരോ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്കിങ്ങനെ ഒന്നിനും പൂതി ഉണ്ടാവില്ല. ഒക്കെ സ്വതൊക്കെ ചെയ്യുക മോനെ. ഉള്ള കാലത്ത് നമുക്ക് ഉള്ളത് എന്താ വെച്ചാൽ എല്ലാവർക്കും കൊടുക്കുക. ഒരിക്കലും ഞമ്മക്ക് എന്ന് കരുതി കൂട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞമ്മക്ക് നമ്മളെ പെരൻ്റെ പണി തീരൂല്ല, നമ്മളെ മുറ്റം നന്നാക്കലും, നമ്മളെ വീട് മേലക്കെടുക്കലും, വണ്ടി എടുക്കലും എല്ലാം ഒരിക്കലും അത് തീരൂല. മനുഷ്യന്മാരെ ആഗ്രഹം നിൽക്കൂലല്ലോ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെ ആയതുകൊണ്ട് ലാസ്റ്റ് ഒന്നും കൊണ്ടാതെ വണ്ണുക്ക്. ഉമ്മയുടെ വാക്കുകൾ ശരിക്കും ഷമ്മാസിനെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. അതെ റബ്ബേ, എനിക്ക് 2 മൊബൈൽ ഷോപ്പുണ്ട്, നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബേ. അതിൽ നിന്നൊക്കെ സക്കാത്ത് ഇനിയിപ്പോൾ എങ്ങനെ കൊടുക്കൽ ഉസ്താദിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. കൊടുക്കാറുണ്ട്, പക്ഷേ 30 ദിവസം നോമ്പ് തുറക്കാനുള്ള പള്ളിയിലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ കണക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കണമല്ലോ റബ്ബേ. ശരിക്കും ഷമ്മാസിനും അത് ഉമ്മയുടെ വാക്കുകൾ വല്ലാത്തൊരു കുറ്റബോധമായിട്ട് തോന്നി. ഒരുപാട് നമ്മൾ മോനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കിട്ടൂല. നമ്മൾ ഒരാൾക്ക് കൊടുത്തേക്കണോ അതവിടെ ഉണ്ടാവും, അതവിടെ എഴുതപ്പെടും. ഇന്ന ആൾ ഇന്ന ആൾക്ക് ഇത്ര സാധനം കൊടുത്തേക്കണേ, പിന്നെ നെയ്യത്ത് മാനട്ടോ എപ്പോഴും അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ്. ഏതായാലും പഠിച്ച റബ്ബേ. അല്ല മോനെ, ഉമ്മാൻ്റെ കുട്ടി കോയമ്പത്തൂർ തെറ്റങ്ങൾക്ക് പിന്നെ വിളിച്ചേറ്റ് നോക്കിയോ? ഇല്ലമ്മ, വിളിച്ചിട്ടില്ല. അല്ലേ, പൈസ ഞാൻ പെരുന്നാൾ പൈസ കുറച്ചാണ്ട് കൊടുക്കേനി നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ തൊടുവിൻ്റെ ഒരു മൂലക്കലെങ്ങാനൊരു പെരെടുത്തുകാണ്ടേ ഒറ്റങ്ങളുണ്ട് കൊണ്ടുവരാ. ഇനിയിപ്പോൾ എത്ര പാവങ്ങളാണെങ്കിലും അങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ചോദിക്കുമ്പോഴേ നമുക്ക് ഉത്തരം പറയാൻ കഴിയാതെ വരും. നമ്മളെ പെര കുറേ മൊഞ്ചു കൂട്ടി മിനുക്കുണ്ടാക്കിയല്ല വേണ്ടത്. പാവങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അതേ ഉണ്ടാവുള്ളൂ. ഉമ്മ ശരിയാണ് ഉമ്മ, ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയൊരു വീട് നമുക്ക് സെറ്റാക്കാം കേട്ടോ. ശരിക്കും ഉമ്മയുടെ ആ സംസാരമെല്ലാം കേട്ട് ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. റബ്ബേ, അല്ലാ ശരിയാണ്, മരണം അത് ഏത് നിമിഷവും കൂടെ വരും. അല്ലാഹുവേ റഹ്മാനെ. എന്നാൽ ഈ സമയം അതാ കോയമ്പത്തൂരിൽ സൗദയും ഉപ്പയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ മനസ്സിലെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം സൗദ ഉപ്പയോട് പങ്കുവച്ചു. മോള് വിഷമിക്കണ്ട കേട്ടോ, നമുക്കെന്തായാലും പോകാം. നാട്ടിലേക്ക് പോയിട്ട് ഉപ്പാൻ്റെ കുട്ടി ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചൊക്കെയാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി
നമുക്കൊന്നും കൂടി അന്വേഷിച്ച് നോക്കാം കേട്ടോ. എൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ ഉപ്പ, എൻ്റെ മോള് വിഷമിക്കല്ലേ, ഉപ്പ ഉണ്ടല്ലോ കൂടെ. ഉപ്പ ഉണ്ടാവുമ്പോൾ എന്താ, കുട്ടീൻ്റെ ഉപ്പാക്ക് അവിടെ വീട്ടിൽ നിൽക്കാൻ സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഉപ്പാൻ്റെ കുട്ടികളത്ത് കഴിയാൻ തന്നെയല്ലേ ഞാൻ പൂതി. എന്താ ചെയ്യുക, നിങ്ങളമ്മാൻ്റെ സ്വഭാവം ചെറുപ്പം മുതലേ അങ്ങനെ ആയിപ്പോയി. കുറേ സഹിച്ചു. ലാസ്റ്റ് ഇഞ്ഞും കയ്യൂല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴല്ലേ പൊന്നു മോളെ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇനി നിങ്ങളോട് പടി ചവിട്ടരുത് പറഞ്ഞു. എന്താ ഞാൻ ചെയ്യുക ഉപ്പ അതുകൊണ്ടൊന്നും കൊണ്ട് വിഷമിക്കണ്ട. കാരണം എൻ്റെ ഉപ്പാക്ക് നല്ലൊരു ജീവിതം അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ. അതെ, ഉപ്പാക്ക് 3 മക്കളും, അതെ എനിക്ക് അനിയത്തിമാരും അനിയനൊക്കെ അള്ളാഹു നൽകിയല്ലോ. അതുമാത്രമല്ല, അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, അത് ഹഫ്സ ഉമ്മ, സ്നേഹനിധിയായ ഒരു ഉമ്മയാണ് അല്ലേ. അതേ മോളെ, അള്ളാഹു നമുക്ക് നൽകിയത് തന്നെയാണ് ആ ഉമ്മയെ. ഉപ്പ മോളെ, ഏതായാലും നാളെ ബദ്രീങ്ങളെ നേർച്ചയാണ്. എന്താ അത് കഴിഞ്ഞിട്ട് പോകുക നമുക്ക്. ഏതായാലും കുട്ടികൾക്ക് പള്ളിക്കെന്ന് കുറച്ച് ഇറച്ചിന്നൊക്കെ കിട്ടുമല്ലോ. അതൊക്കെ കുറച്ച് പത്തിരി, എൻ്റെ ഉമ്മാൻ്റെ നിർബന്ധം എന്താ, പത്തിരി നല്ലോണം ചുട്ട്, നിങ്ങളമ്മ അങ്ങനെയാണ് പത്തിരി ഓള് നല്ലോണം പരത്തി ഉണ്ടാക്കി അത് മൺചട്ടിയിൽ ചുട്ടുണ്ടാക്കി അത് എല്ലാവരുടെ പേരിലും എണ്ണീറ്റ് ബദരീങ്ങളെ നേർച്ചയ്ക്ക് കൊടുത്തയക്കും. അവിടുന്ന് എല്ലാ പത്തിരിയും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ചില പൊറാട്ടകളുണ്ടാവും. അതെല്ലാം കൂടി പാത്രത്തിലിട്ട് അതിലേക്ക് വരട്ടി ഇറച്ചിയാണ് ചേർത്തിട്ട് അങ്ങോട്ട് തരും. നോമ്പ് തുറക്കാൻ വല്ലാത്ത രസമാണ് മോളെ അത്. ശരിക്കും ആ പഴയ രുചികൾ അവൾ ഓർത്തു. തൻ്റെ ഉപ്പ ചെറുപ്പകാലത്ത് കൊണ്ടുവന്നിരുന്നു. അതെ, പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ചെമ്പിൽ വരട്ടിയ ഇറച്ചിയും ആ ഒരു പത്തിരിയും അതെല്ലാം കൂടി ഭയങ്കര ടേസ്റ്റായിരുന്നു ഉപ്പ. ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇപ്പോഴതൊക്കെ കഴിക്കാൻ മോളെ, എൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഉപ്പാൻ്റെ കുട്ടിക്ക് നാളെ തരുമല്ലോ കേട്ടോ, നാളെ കിട്ടും. അതുകൊണ്ട് ഉപ്പാൻ്റെ കൈകൊണ്ടൊരു പിടി എൻ്റെ 4 മക്കൾക്കും ഞാൻ വാരിത്തരും ഇൻഷാ അല്ലാ. പിന്നെ നിങ്ങളുമ്മാക്കും. ശരിക്കും ആ ഉപ്പയുടെ സ്നേഹം കണ്ട് സൗദ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. റബ്ബേ, ഇത്രയധികം സ്നേഹനിധിയായ ഉപ്പയെയാണല്ലോ ഉമ്മ അത്രയും ചീത്ത പറഞ്ഞ് ഒഴിവാക്കിയത്. എന്നാൽ ആ നിമിഷം ഉപ്പ പറഞ്ഞു, മോളെ, നമ്മളെ കുഞ്ഞനിയത്തിയാൾ, നിൻ്റെ പൊന്നു അനിയത്തിമാർ നാട്ടിൽ, എനിക്ക് അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമാണ് മോളെ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഏതായാലും ബദരീങ്ങളെ നേർച്ചയാണ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. നമുക്ക് കേരളത്തിൽ കണ്ട് പോകാം. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ആശുപത്രിയിലും പോയി അന്വേഷിക്കാം കുട്ടീൻ്റെ കാര്യം എല്ലാം നമുക്ക് നോക്കാം. ഇനി അഥവാ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞ് പോയിക്കടങ്ങി എൻ്റെ കുട്ടി സങ്കടപ്പെടരുത് കേട്ടോ ഉപ്പ. അത് അവൾ വിതുമ്പിപ്പോയി. ഇല്ലപ്പാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇനിയിപ്പോൾ ആരെൻ്റെ കുട്ടീനെ നോക്കിയില്ലെങ്കിലും ഈ ഉപ്പാൻ്റെ റൂഹ് പിരിയോളം ഉപ്പ നോക്കൂലേ ഉപ്പാൻ്റെ കുട്ടീനെ. ഉപ്പാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. സ്നേഹത്തോടെ തൻ്റെ പിതാവ് തന്നെ തലോടുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹഫ്സ ഉമ്മ. ഹഫ്സക്ക് അതെല്ലാം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അല്ലാ, കുടുംബങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കണമെന്ന് എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. എന്നാലും ഒരു കണ്ണിയെങ്കിലും അല്ലാഹുവേ ഞങ്ങളുടെ കൺമുമ്പിൽ നീ കാണിച്ചു തന്നല്ലോ അല്ലാ. എപ്പോഴും ഹഫ്സക്ക് നല്ല ആഗ്രഹമായിരുന്നു വീട്ടിലേക്ക് പോകണമെന്നുള്ളത്. വീട് കാണണം, ഇക്കയുടെ നാട് കാണണം, മക്കളെ കാണണം, ഭാര്യയെ കാണണം എന്നൊക്കെ എപ്പോഴും മനസ്സിൽ വിചാരിക്കും. എന്നാൽ അപ്പോഴെല്ലാം ഈ പിതാവ് പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, എൻ്റെ ഹഫ്സ, ഒരിക്കൽ പോലും നിനക്ക് ഒരു ദിവസം പോലും അവളുടെ അടുത്ത് നിൽക്കാൻ കഴിയില്ലടി. കാരണം നീ ഇവിടെ നിന്നോ, നമ്മുടേത് ഈ ചെറ്റക്കുടിലാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവിടെ നിൽക്കുന്നതിനൊക്കൂല. അല്ലാത്ത പക്ഷം നിനക്കതൊരു ബുദ്ധിമുട്ടായി തീരും. ഇക്ക കാണാനുള്ള കൊതി കൊണ്ടാണ്. എന്തൊക്കെ തന്നെ നമ്മുടെ മക്കളുടെ ഇത്താത്തമാരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം. അതുകൊണ്ടാണ്. ഇവിടെ ഞങ്ങൾക്ക് കൂട്ടും കുടുംബങ്ങളൊന്നും ഇല്ലല്ലോ. അത് ഉപ്പാക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങൾ എവിടെയാണെന്നോ എന്തോ അതൊന്നും അറിയില്ല. അവരെ ഒരുപാട് മുമ്പ് ഒരു തങ്ങൾ കെട്ടിയതായിരുന്നു. ഒരു തങ്ങളായിരുന്നു അവർ വിവാഹം കഴിച്ചിരുന്നത്. പിന്നെ തങ്ങൾ പോയ സ്ഥലം അജ്മീറോ ആ ഭാഗത്തേക്കെങ്ങാനും ഉപ്പയുടെ പെങ്ങളെ കൂട്ടിക്കൊണ്ടു പോയി. പിന്നെ ഞങ്ങൾക്ക് ആരാരും ഉണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പിതാവും മരണപ്പെട്ടതോടുകൂടി എനിക്ക് പിന്നെ നിങ്ങളല്ലേ എനിക്ക് സഹായത്തിന് വന്നത്. അതെ, ആ കഥകളെല്ലാം അദ്ദേഹം വീണ്ടും ഓർത്തു. അതെ, എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് നിൻ്റെ ആഗ്രഹമൊക്കെ സാധിപ്പിക്കാം.
നാട്ടിലേക്ക് വരാനുള്ള ഹഫ്സയുടെ ആഗ്രഹം എപ്പോഴും പറയുന്നു. എന്നാൽ ഇപ്പോൾ സൗദ കൂടി വന്നപ്പോൾ അവൾക്ക് കൂടുതൽ ആവേശമായി അവിടെ ഒന്ന് കാണണം, അകത്തേക്ക് വീട്ടിലേക്ക് കയറണം, ഒന്ന് പുറത്തുനിന്ന് കണ്ടാലും മതി എന്ന് വിചാരിക്കും. ഇൻഷാ അല്ലാ ബദരീങ്ങളെ നേർച്ച കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് പോകണം. അത് എങ്ങനെയാണ് പോകേണ്ടത്? എന്നാൽ അത് കേട്ട ഹഫ്സ, ഇക്ക എന്തടി, ഞാനും വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോയാലോ? എനിക്കുണ്ടല്ലോ കാണാൻ ഒരാഗ്രഹമൊക്കെ. എന്താ അത്? എന്തിക്ക? എന്നാൽ പെട്ടെന്ന് സൗദ പറഞ്ഞു, അതെന്തോ ഉപ്പ, ഉമ്മ പോന്നോട്ടെ, ഉമ്മ വരുന്നു, അല്ല ഒറ്റക്കിട്ട് പോകാൻ പറ്റൂലല്ലോ. അല്ലടി, നിനക്ക് വിഷമമാകുന്ന പ്രവൃത്തികൾ അവിടുന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇല്ലക്ക, ഞാൻ അങ്ങോട്ടൊന്നും വരൂല, ഞാൻ അവിടെ എവിടെയെങ്കിലൊക്കെ നിന്നോണ്ട്, എന്നിട്ട് നമുക്ക് ട്രെയിന് കയറി തിരിച്ചു പോരാം. ശരിക്കും അഫ്സയുടെ ആ ഒരു ആഗ്രഹം കേട്ടപ്പോൾ സൗദക്കും വല്ലാത്ത സന്തോഷം തോന്നി. അതെ, എൻ്റെ ഉമ്മയെ അങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് അവൾ ഉപ്പയോട് പറഞ്ഞു. ഉപ്പ, നമുക്ക് ഉമ്മയും മക്കളെയും കൊണ്ടുപോകപ്പാ. മോളെ, നീ എന്താ പറയുന്നത്? നിൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നീ അറിയുന്നതല്ലേ, ഒരുപാട് വിഷമിച്ച് സഹിച്ചതല്ലേ, ഇനിയും എന്തിനാണ് അവരെയൊക്കെ ഇടങ്ങാറാക്കുന്നത്? ഉപ്പ, നമുക്ക് അങ്ങോട്ട് പോകണ്ടെങ്കിലും അത് എന്നെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയുണ്ട് അവിടെ. പാവം, ആ ഉമ്മയെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി. അതെ, വീട്ടിലേക്ക് വന്നിട്ടൊക്കെ അവിടെയൊക്കെ പോയാൽ അവർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. ഉപ്പ. മോളെ, അതെ, നിങ്ങൾ പറയുന്നത് പുത്തൻ വീട് തറവാടല്ലേ? അതെ, അവിടുത്തെ ഒരു നല്ല ആൾക്കാരാ മോളെ, എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് അവരെക്കുറിച്ച് അറിയണതല്ലേ, അത്ര നല്ല സ്വഭാവത്തിൻ്റെ ആളുകളല്ലേ. എന്തായാലും ഉപ്പാൻ്റെ കുട്ടി അവിടുന്ന് പോകുന്നത് വല്ലാത്ത മോശമായി പോയിട്ടോ. അതെ, ഉപ്പ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉപ്പ, പറ്റിപ്പോയി ഉപ്പ, അബദ്ധം. എന്താ ചെയ്യുക, അവിടെ തന്നെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലും നഷ്ടപ്പെടില്ലായിരുന്നു. സാറില്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. ഇനി ഇല്ലെങ്കിലോ നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമല്ലോ. എൻ്റെ കുട്ടി കരയണ്ട, കാരണം ഈ ദുനിയാവ് എന്ന് വെച്ചാൽ നശിക്കുന്നതാണ്, അതൊരിക്കലും ശാശ്വതമല്ലല്ലോ. അതുകൊണ്ട് ഉപ്പാൻ്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് അതാ ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ വേണ്ടി പോകുവാൻ നുസൈബയും ഉമ്മയും ഒരുങ്ങി. ഷമ്മാസ്, ഉമ്മ ഓക്കെ ആണോ? അതെ മോനെ. അല്ലാ, എൻ്റെ പഠിച്ചവനെ, 2 കുട്ടികളെയും കൊണ്ട് പോവാണ്. ഇരട്ട കുട്ടികളാന്ന് ചോദിക്കുഞ്ഞിപ്പോൾ എല്ലാവരും. അതിനെന്തോ ഉമ്മ, രണ്ടും എൻ്റെ മക്കളെ പറഞ്ഞോണ്ടി കേട്ടോ, ആര് ചോദിക്കുകയാണെങ്കിലും. ഷമ്മാസ് അത് പറഞ്ഞപ്പോൾ ഐഷുമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ മക്കളെല്ലാം നമ്മളെ കുട്ടികൾ തന്നെയല്ലേ. അല്ലാ, ഒക്കെ റാഹത്ത് 2 കഴിഞ്ഞൂടെ കിട്ടിയാൽ മതിയായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതാ അവരെല്ലാവരും ബദർ യുദ്ധത്തിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ വേണ്ടി അതാ പോകുന്നു. അത് ഇന്നും തികച്ച ആളുകൾ നല്ലോണം ഉണ്ടാവും, കാരണം റമദാൻ മാസത്തിൽ നല്ലതൊക്കെ കേൾക്കണത് വലിയ കൂലുള്ള കാര്യം തന്നെയല്ലേ. ഇന്ന് മിക്കവാറും സദസ്സ് നിറഞ്ഞൊഴുകും എന്ന് നമ്മുടെ ഷമ്മാസ് പറഞ്ഞതുപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ കണ്ട ആൾക്കൂട്ടം ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. എന്നാൽ ബദറിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അതാ സ്റ്റേജിലേക്ക് കയറി വന്ന് അതിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, സഹോദരിമാർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാനിലാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലേ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേൾക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മുഖവര കൂടാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ വിഷയം എന്നതാണ് എന്നുള്ളത് അല്ലേ, എല്ലാവർക്കും അറിയാം. അത് നമ്മളുടെ പുതുതലമുറയും അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. പല ആളുകളും ബദർ യുദ്ധത്തെ കുറിച്ചും അല്ലെങ്കിൽ ബദറിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമെല്ലാം പാടയങ്ങ് മറന്നു പോകുന്ന സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. പലർക്കും അറിയില്ല, പക്ഷേ നമ്മൾക്കൊക്കെ അറിയാൻ കാരണം നമ്മുടെ തലമുറകളായിട്ട് നമ്മൾ ബഹുമാനിച്ചു വന്നിരുന്ന വ്യക്തികളാണ് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോഴ് ബദരീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലരും ഷിർക്കാണ്, ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തള്ളി പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് നൽകിയതിൻ്റെ ഒരു ചരിത്രം നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കണം. നമ്മുടെ പുതുതലമുറക്കും അത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ചെറിയൊരു ദൗത്യം മാത്രമാണ് ഞാനിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ബദർ യുദ്ധത്തിൻ്റെ ആ ഒരു രണാങ്കണത്തിലേക്ക് പ്രവേശിക്കാം.
ക്രിസ്തുവർഷം 624 അറേബ്യൻ മരുഭൂമിയുടെ നിശബ്ദതയെ കീറി ഒരു ചരിത്രം എഴുതപ്പെടുകയാണ്. ഒരു വശത്ത് മാത്രം 313 പേർ, അതെ, നമ്മുടെ ഇസ്ലാമിൻ്റെ അനുയായികൾ. മറ്റൊരു വശത്ത് ശക്തിയും സമ്പത്തും ആയുധങ്ങളും നിറഞ്ഞ 1000 പേർ, കുതിരകളും പടക്കളവും യുദ്ധപരിചയവും. ഇസ്ലാമിൻ്റെ പക്ഷത്ത് വിശ്വാസം, പ്രാർത്ഥന, അള്ളാഹുവിൽ ഉള്ള വിശ്വാസം മാത്രമാണ് ആശ്രയം. അതുതന്നെയാണ് ബദർ യുദ്ധം. പ്രിയമുള്ളവരെ, നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ? ഇത് വെറും ഒരു കെട്ടുകഥയല്ല കേട്ടോ. ബദർ ചരിത്രകഥയാണ്. ഇസ്ലാമിൻ്റെ തുടക്കകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ മദീനയിൽ പുതിയൊരു സമൂഹം നിർമ്മിച്ചു. പക്ഷേ മക്കയിലെ ഖുറൈശ് നേതാക്കൾക്ക് അത് സഹിക്കാനായില്ല. അവർ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചു, വീടുകൾ പിടിച്ചു, സമ്പത്ത് കവർന്നു. എന്നാൽ ഒരു ദിവസം ഒരു വാർത്ത വന്നു. മക്കയിൽ നിന്ന് വലിയൊരു വ്യാപാര സംഘം വരുന്നു. അതിൻ്റെ നേതാവ് അബൂ സുഫിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 313 പേരുമായി പുറപ്പെട്ടു. അവരുടെ ലക്ഷ്യം യുദ്ധമല്ലായിരുന്നു. പക്ഷേ വാർത്ത അറിഞ്ഞ ഖുറൈശികൾ 1000 സൈന്യവുമായി പുറപ്പെട്ടു. അവരെ നയിച്ചത് അബൂജാഹിൽ. മുസ്ലിങ്ങൾ ആകെ 313 പേർ. കുതിരകൾ വെറും 2, ഒട്ടകം 70. ഖുറൈശികളുടെ സൈന്യം ആകെ 1000 പേർ, കുതിര 100, ഒട്ടകം 700. എങ്ങനെ വിജയിക്കും? അത് ഇത്രയധികം വലിയൊരു ആളുകളുമായി എങ്ങനെ റബ്ബേ ചെറുത്തു നിൽക്കും? യുദ്ധമാണ്. 1000ഉം 313ഉം എത്ര ഇരട്ടിയിലധികം, 3 ഇരട്ടി ആളുകളാണ് അവിടെ കൂടുതൽ. കുതിര 100 കുതിരകൾ, ഇവിടെ വെറും 2. എന്നാൽ ഒട്ടകമാണെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളിൽ 70 മാത്രം. അപ്പുറം ഖുറൈശികളിൽ 700 ഒട്ടകം. എന്താ അല്ലേ? അവർക്ക് ആയുധവും ശക്തിയുമെല്ലാം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്കുണ്ടായത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രം. അങ്ങനെ അതാ ബദർ താഴ്വാരത്തിൽ രാത്രി സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ ചെറിയ സംഘം ഇല്ലാതായി കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകില്ല. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വന്നു. അവർ തുടർച്ചയായി പ്രാർത്ഥിച്ചു. എന്നാൽ അത് കണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു, അല്ലയോ മുത്ത് ഹബീബേ, നിങ്ങൾ എങ്ങനെ കരയല്ലേ? അതെ, അവരെ ആശ്വസിപ്പിച്ചു. ആ രാത്രിയിൽ നല്ല മഴ പെയ്തു. മുസ്ലിങ്ങളുടെ ഭൂമി ഉറപ്പായി. ശത്രുക്കളുടെ ഭൂമി ആകപ്പാടെ ചളിയായി. മുസ്ലിങ്ങൾക്ക് ഉറക്കം നൽകി രാത്രി അള്ളാഹു. അത് നല്ല ആത്മവിശ്വാസത്തിനും അവർക്ക് കാരണമായി. എന്നാൽ ഖുർആൻ പറയുകയാണ്, യുദ്ധത്തിൻ്റെ സമയമായപ്പോൾ ഈ ഒരു ചെറിയ പട കൊണ്ട് എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ സ്വഹാബികളും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ അയച്ചു. 1000കണക്കിന് മലക്കുകൾ മുസ്ലിങ്ങൾക്ക് സഹായമായി. രാവിലെ സൂര്യൻ ഉയർന്നു. ആദ്യം ഒരാൾക്കെതിരെ ഒരാൾ എന്ന രീതിയിൽ പോരാട്ടം തുടങ്ങി. മുസ്ലിങ്ങളിൽ നിന്ന് അലിയുബിന് അബീ ത്വാലിബ്, ഹംസത്തുബിന് അബ്ദുൽ മുത്തലിബ്, ഉബയ്യത്തുബിന് ഹാരിസ്. ഖുറൈശികളുടെ ശക്തനായ യോദ്ധാക്കളെ തോൽപ്പിച്ചു കഴിഞ്ഞു. അതെ, ശരിക്കും യുദ്ധം കഠിനമായി. മുസ്ലിങ്ങൾ കുറവായിരുന്നു, ശത്രുക്കൾ കൂടുതലായിരുന്നു. പക്ഷേ വിശ്വാസം വലുതായിരുന്നു. ഇത്രയും കുറഞ്ഞ മുസ്ലിങ്ങൾ, അതെ, ശത്രുക്കളെ ശക്തമായി തോൽപ്പിക്കുന്ന ആ രംഗം കണ്ടവർ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ഇത്രയധികം ഒട്ടകങ്ങളും കുതിരകളും ആളുകളും ഉണ്ടായിട്ടും ആ കുറഞ്ഞ ആളുകൾ എങ്ങനെ ഇവരെ തോൽപ്പിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ പലരും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. പക്ഷേ വിശ്വാസം, അള്ളാഹുവിലുള്ള ആ വിശ്വാസം, അത് വലുതായിരുന്നു. അതായിരുന്നു അവരുടെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണലെടുത്ത് ശത്രുക്കളുടെ ദിശയിലേക്ക് എറിഞ്ഞു. അള്ളാഹുവിൻ്റെ സഹായമെത്തി. അവസാനം അതെ, അസാധ്യം തോന്നിയ സംഭവം നടന്നു. 313 പേർ 1000 പേരെ തോൽപ്പിച്ചിരിക്കുകയാണ്. മാഷാ അല്ലാ. ഖുറൈശികളുടെ നേതാവ് അബൂജഹൽ കൊല്ലപ്പെട്ടു. എന്താ മക്കളെ, എങ്ങനെയുണ്ട്? ഇതാണ് പറഞ്ഞത്, നമ്മൾ എത്ര ആൾബലമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പുമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിച്ചിരിക്കും. അത്
എത്ര വലിയ ശത്രുക്കളുടെ മുമ്പിലാണെങ്കിലും. എന്നാൽ യുദ്ധത്തിൻ്റെ ഫലത്തിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ആരാണ് ഈ ബദരീങ്ങൾ? ആരാണ് അറിയില്ലേ? എന്നാൽ മുസ്ലിങ്ങളിൽ 14 പേരാണ് ഷഹീദായത്. ഖുറൈശികളിൽ 70 പേര് കൊല്ലപ്പെട്ടു, 70 പേര് പിടിക്കപ്പെട്ടു. എന്നാൽ ബദറിൻ്റെ ഒരു സന്ദേശമുണ്ട്. ബദർ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വിജയം എണ്ണത്തിലല്ല, ആയുധത്തിലല്ല, അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലാണ്. 313 വിശ്വാസികളുടെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും അള്ളാഹു ശക്തമായ മറുപടി നൽകി. അതുകൊണ്ടാണ് ഇന്ന് വരെ മുസ്ലിങ്ങൾക്ക് ബദർ യുദ്ധം വിശ്വാസത്തിൻ്റെ അത്ഭുതമായി നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുണ്ട് നമ്മുടെ ബദർ ചരിത്രം? അതാണ് പറഞ്ഞത്, ആരെയുമല്ല, നമ്മൾ ആരോടുമല്ല സഹായം അഭ്യർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രം. പടച്ചറബിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകും. അള്ളാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കൂ ഞാൻ തരാം. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആരെന്ത് ചോദിക്കുന്നതിനും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. അള്ളാഹ് അങ്ങനെ നോക്കി നിൽക്കണം, ആരൊക്കെ എന്നോട് എന്തൊക്കെ ചോദിക്കണം. കാരണം കൊടുക്കാൻ വാരിക്കോരി കൊടുക്കും. നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് ചോദിക്കണ്ട, അള്ളാഹു എനിക്ക് കുറച്ച് തരുമോ ഭക്ഷണം, അല്ലെങ്കിൽ ചെറിയൊരു വീട് തരുമോ, എന്തെങ്കിലും കുറച്ച് തരുമോ, അങ്ങനെയല്ലല്ലോ ചോദിക്കേണ്ടത്. അള്ളാഹു എനിക്ക് കുറേ വേണം, അള്ളാഹു എനിക്ക് അത് വേണം, ഇത് വേണം. പടച്ച റബ്ബിനോട് നമ്മളെല്ലാം ചോദിക്കുന്നത് പഠിച്ചവന് എന്ത് ഇഷ്ടമാണല്ലോ. അടിമകൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് നൽകിയിരിക്കും. ഒരു പക്ഷേ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും അല്പം വൈകാതെ തന്നെ അള്ളാഹു നൽകും, അത് ഉറപ്പാണ്. ഉദാഹരണത്തിന് ഉത്തമ ഉദാഹരണം നമ്മുടെ ബദർ യുദ്ധം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഇറക്കിയിട്ടാണ് സഹായിച്ചത്. അത്രക്കും ശക്തമായ രീതിയിൽ അവർ വിജയിക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുണ്ട്. നാളത്തെ ബദർ നേർച്ചയ്ക്ക് നമുക്ക് ഉള്ള ഫുഡും നമുക്കുള്ള മാംസവും എല്ലാം ഒരു മഹദിയാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവരിൽ വർഷിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. എന്നാൽ പലർക്കും സംശയം അതാരായിരിക്കും. എന്നാൽ ഉസ്താദ്, പ്രിയപ്പെട്ട എൻ്റെ സദസ്സിലുള്ള കൂട്ടുകാരെ, പേര് വെളിപ്പെടുത്തുവാൻ ആ മഹദി ഉദ്ദേശിക്കാത്ത പക്ഷം ഞാനിതിവിടെ പറയുന്നില്ല. ഇതുതന്നെ പറഞ്ഞത് മഹദിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തൊക്കെ തന്നെ നമുക്ക് ദുആ ചെയ്യാം. എന്നാൽ പലരും അത് പറയുന്നു, അത് മറ്റാരുമല്ല, പുത്തൻവീട് തറവാട്ടത്തെ ഐഷമ്മയായിരിക്കും. ഉറപ്പാണ്. എന്നാലല്ലേ മാഷാ അല്ലാ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. സദസ്സിലുള്ളവരെ നിങ്ങൾ സംസാരിക്കേണ്ട, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും. ഇനി ഞാനായിട്ട് പറയുന്നില്ല. എന്തൊക്കെ തന്നെ മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ദാനധർമ്മങ്ങൾ അതെ വിപത്തുകളെ തടുക്കും. അത് വലിയൊരു പോയിൻ്റാണ്. ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.